ഞങ്ങൾ റെഡിയായി എംപുരാൻ കാണാൻ പോവാണ് ഗൈസ്. എംപുരാൻ അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ എല്ലാവരും. അപ്പൊ അതാ പച്ചയും പച്ചയൊക്കെ ഇട്ട് ഇവര് മൂന്നുപേരും പച്ച. അയ്യോ എന്റെ ക്യാമറയിൽ കാണുമ്പോ ഇതിന് ബ്ലൂ ആണ് കേട്ടോ. ഇറ്റ് ഈസ് ലൈറ്റ് ബ്ലൂ. ഗ്രീൻ ഇതിനകത്ത് എവിടെയൊക്കെയോ ഗ്രീൻ ഉണ്ട്. ആ ഒരു മാച്ചിങ്ങിൽ ഞാൻ ഇട്ടതാ. എന്റെ ഗ്രീനിന്റെ ഷർട്ട് എനിക്ക് ഭയങ്കര ടൈറ്റ് ആയി, ഞാൻ കേറുന്നില്ല. പിന്നെ ഞാൻ ഇവരുടെ സെയിം നമ്മള് സെന്റ് പാട്രിക്സ് ഡേയുടെ ഇതിന് വേണ്ടി മേടിച്ചത്. എനിവേസ് ഡാർക്ക് ആണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഞങ്ങള് അടിപൊളിയായിട്ട് എംപുരാനൊക്കെ കണ്ടിട്ട് റിവ്യൂവും കാര്യങ്ങളും ഒക്കെ പറയുന്നതായിരിക്കും. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് അല്ലേ. നമുക്ക് പോവാം. അതെ, അപ്പൊ ബൈ. പോകുന്ന വഴി ഇനി കാണാം. ബൈ. അപ്പൊ ദാ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ ആണ്. 3:15 ആയി. 3:45 എത്തുമെന്നാണ് പറയണത്. 3 മണിക്ക് എത്തേണ്ട ആൾക്കാരാ. അച്ചുവൊക്കെ അവിടെ ഓൾറെഡി എത്തി. നമുക്ക് പോയിട്ട് വേഗം കാണാം, എല്ലാരെയും കാണാം അല്ലേ ചാ. പഴയ തിയേറ്റർ, ഓൾഡ് കൈൻഡ് ഓഫ് തിയേറ്റർ. മറ്റേ നമ്മുടെ നാട്ടിലൊക്കെ പറയുകയാണെങ്കിൽ കൊട്ടക സിനിമ, കൊട്ടകയിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അവിടെ നമ്മള് ടിക്കറ്റ് എടുത്തെങ്കിലും സീറ്റില്ല. അപ്പൊ അവിടെ പോയിട്ട് നമ്മള് സീറ്റ് നമ്പർ തന്നിട്ടില്ല. അപ്പൊ നമ്മള് ചെന്ന് ഫസ്റ്റ് കം ഫസ്റ്റ് സർവ്, അവിടെ ചെന്നിട്ട് വേണം നമുക്ക് സീറ്റ് നമ്പർ എടുക്കാൻ വേണ്ടിട്ട്. ആദ്യം ചെല്ലുന്നവന് ബാക്കിലിരിക്കാം, ആ ഒരു സെറ്റപ്പ്. അച്ചുവൊക്കെ ആദ്യം ചെന്നു. നമ്മള് പതുക്കെ ചെല്ലുമ്പോഴത്തേക്കും ആരും വരില്ലേ എന്ന പ്രാർത്ഥനയോടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഗൈസ്. ഫോർട്ട് സിനിമാസ് ഞങ്ങൾ എത്തി. ഞങ്ങൾ മൂഞ്ചിയിരിക്കുന്നു ഗൈസ്, മൂഞ്ചിയിരിക്കുന്നു. നല്ല തിരക്കാണ്. അയ്യോ നല്ല തിരക്കാണ്. ബാക്ക് സീറ്റ് കിട്ടണം എന്ന് വിചാരിച്ച് ഞങ്ങൾ വന്ന്. ഫ്രണ്ട് സീറ്റ് ആവാതിരുന്ന ഭാഗ്യം. അയ്യോ എവിടെ ഇരിക്കാൻ പറ്റണേ നോക്കാം. അവിടെ ഓക്കെ ബൈ. ഇവിടെ വരാം. ഇവിടെയാ? ഓക്കെ താങ്ക്സ്. അഗ്ര ഫൈനലി ഞങ്ങൾക്ക് സീറ്റ് കിട്ടി ഗൈസ്. സീറ്റ് കിട്ടി. മിഡിൽ സീറ്റാണ് കേട്ടോ. അഗ്രത നമ്മളിവിടെ എത്തി. ഇനി 1.5 മിനിറ്റോടെ കഴിഞ്ഞാൽ ഞങ്ങളുടെ എംപുരാൻ സ്റ്റാർട്ട് ചെയ്യും ഗൈസ്. വിജോ ചേട്ടൻ, സായിക്കുട്ടി, കേശു, അച്ചു. ഒരു ഹായ് പറഞ്ഞു. പോപ്കോൺ ഒക്കെ മേടിച്ച് കഴിക്കുന്നു. സായി അച്ചു മേടിച്ചു തന്നുണ്ടോ കൊച്ചുങ്ങൾക്ക് പോപ്കോൺ. ഞങ്ങള് മൂവി കണ്ടിറങ്ങി. അയ്യോ അടിപൊളി മൂവി. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് മഞ്ജു ചേച്ചി അഭിനയിച്ച പ്രിയദർശിനി രാംദാസ്. ഓ മൈ ഗുഡ്നസ്, ഒന്നും പറയാനില്ല അതിനെപ്പറ്റി. എന്തായാലും അടിപൊളിയായിരുന്നു. നല്ല രസമായിട്ടോ അതിന്റെ. എനിക്കൊന്നും പറയാനില്ല, ഭയങ്കര റൊമാൻസിഫിക്കേഷൻ ആണ്. ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങിയത് നമ്മുടെ വീട്ടിൽ നിന്നായതുകൊണ്ട് ഇത് അവസാനിക്കുമ്പോഴും നമ്മുടെ വീട്ടിൽ വന്നിട്ട് റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എംപുരാൻ മൂവി കണ്ടിട്ട് ഇതാ വീട്ടിലേക്ക് തിരിച്ചെത്തി. അടിപൊളി മൂവിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാതെയാണ് കേട്ടോ പോയത്. കാരണം ഒരുപാട് റിവ്യൂസൊക്കെ ഒരുപാട് പേര് പറയുന്നത് കേട്ടപ്പോൾ നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഒന്നും വെച്ചില്ല. ഒരു നോർമൽ മൂവിയായിട്ട് തന്നെ വിചാരിച്ചിട്ടാണ് പോയി കണ്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എടുത്തിരിക്കുന്ന രീതി ആയിക്കോട്ടെ, സിനിമാറ്റോഗ്രഫി എല്ലാം ഇഷ്ടപ്പെട്ടു. നല്ലതായിട്ട് പൃഥ്വിരാജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ലാലേട്ടൻ ഒന്നും പറയാനില്ല. ഉള്ള സീൻസൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും ലൂസിഫറിൻ്റെ അത്ര വന്നില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തു പേഴ്സണലി. ലൂസിഫർ തന്നെയാണ് ദ ബെസ്റ്റ്. കാരണം ലൂസിഫറിൽ നമ്മൾ മലയാളികൾക്ക് കുറച്ചുകൂടെ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു സ്റ്റോറി പോലെ ഉണ്ടായിരുന്നു. ഇത് കുറച്ചുകൂടെ ഇൻ്റർനാഷണലി ബിൽഡപ്പ് സ്റ്റോറി ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്ര കണക്ഷൻ കിട്ടില്ലല്ലോ മലയാളികൾക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയുള്ളൂ. അല്ലാണ്ട് എംപുരാൻ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ പറയാം. പിന്നെന്താ, രാജുവേട്ടൻ പിന്നെ പറയണ്ടല്ലോ. ആ ലുക്കും ആ ഒരു സ്ലോ മോഷനിലെ വരവൊക്കെ സൂപ്പറായിരുന്നു. പൃഥ്വിരാജ് ഫാനാണ് ഞാൻ കട്ട പൃഥ്വിരാജ് ഫാനാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കുറേ വെയിറ്റ് ചെയ്തിരിക്കുക, രാജുവേട്ടൻ എവിടെ. പക്ഷെ രാജുവേട്ടൻ വന്നത് അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും അല്ലേ സെക്കൻഡ് ഹാഫിലാണ് രാജുവേട്ടൻ്റെ എൻട്രി. അത് കുറേ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് കണ്ടതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇച്ചാന്റെ അഭിപ്രായം എന്താ? നല്ല മൂവി, നല്ല എക്സ്പെക്ടേഷൻ ഒരുപാട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എൻഗേജ് ചെയ്യിച്ചു. നന്നായിട്ട് എടുത്തിട്ടുണ്ട്. തുടക്കം മുതൽ തന്നെ നമ്മളെ എൻഗേജ് ചെയ്യിപ്പിച്ചിരുത്തിട്ടോ. പിന്നെ ഞങ്ങള് സിനിമയായിട്ട് എൻജോയ് ചെയ്യാൻ പോകുന്നവരാ. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയിൽ കിട്ടുന്ന 2-3 മണിക്കൂർ നമ്മളൊരു സിനിമയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ അത് മാക്സിമം എൻജോയ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതിന്റെ ഇന്നർ മീനിങ്ങിലേക്ക് പോവുക അല്ലെങ്കിൽ വേറെ അങ്ങനത്തെ ഇതൊന്നും നമ്മളുടെ ഇതിലില്ല.
കാണുന്ന സിനിമ എൻജോയ് ചെയ്ത് കാണുക, അത്രേ ഉള്ളൂ നമുക്ക്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ? അപ്പൊ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ തീരുകയാണ്. ഇനിയിപ്പോ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, വരുന്ന വഴിക്ക് തന്നെ പ്രാർത്ഥിച്ചു. ഇനിയിപ്പോ ഞങ്ങൾ വേഗം ചോറുണ്ടിട്ട് കിടക്കും. ഇത്രേ ഉള്ളൂ എന്റെ ഇന്നത്തെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, subscribe. Thank you so much for watching. God bless you all. Bye.